ഹലോ എവരിവൺ. ഫലത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ അതിയായുള്ള പരിശീലനത്തിന് ശ്രദ്ധ കൊടുക്കുക. പ്രകടനങ്ങളെ കുറിച്ച് ആശങ്കയുള്ളവർ മാനസികമായി പരാജയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കോസ്റ്റൽ ഡയറീസിലെ പുതിയൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് 1986 ഓഗസ്റ്റ് 21 ജമൈക്ക എന്ന കൊച്ചു രാജ്യത്തിൽ ജനിച്ച് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന കായിക താരമായി മാറിയ ഉസൈൻ ബോൾട്ടിനെ കുറിച്ചാണ്. അത്ലറ്റിക് ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത നേട്ടങ്ങൾക്കുടമയാണ് ഇദ്ദേഹം. ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന ഉസൈൻ ബോൾട്ട് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അത്ലറ്റുകളിൽ ഒരാളാണ്. ഉസൈൻ സെയിന്റ് ലിയോ ബോൾട്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഒരു മികച്ച ക്രിക്കറ്റ് കളിക്കാരനും സ്പ്രിന്നറുമായ ബോൾട്ടിന്റെ വേഗതയെ സ്കൂളിലെ കോച്ചുകൾ ശ്രദ്ധിച്ചിരുന്നു. തന്റെ 15-ാം വയസ്സിൽ ജമൈക്കയിലെ കിങ്സ്റ്റണിൽ നടന്ന ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ 200 മീറ്ററിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് അദ്ദേഹം വിജയം കൈവരിക്കുകയാണ്. ഇങ്ങനെ ലോകവേദിയിലെ തന്റെ ആദ്യ വിജയം അദ്ദേഹം നേടുകയാണ്. 2005-ലും 2006-ലും ഉസൈൻ ബോൾട്ട് ലോകത്തിലെ മികച്ച 5 റാങ്കിങ്ങിൽ എത്തുകയാണ്. എന്നാൽ പരുക്കുകൾ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. എന്നാൽ 2007-ൽ ജപ്പാനിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ഡൊണാൾഡ് ക്വാറിയുടെ 30 വർഷത്തിലേറെ നീണ്ട 200 മീറ്റർ റെക്കോർഡ് ഉസൈൻ ബോൾട്ട് തകർക്കുകയാണ്. 2016-ൽ റിയോയിൽ നടന്ന ഒളിമ്പിക്സ് ഗെയിംസിൽ 3 സ്വർണ്ണ മെഡലുകൾ അദ്ദേഹം നേടുകയാണ്. ഇങ്ങനെ ട്രിപ്പിൾ എന്ന ചരിത്രം സൃഷ്ടിച്ച അത്ലറ്റ് കൂടിയാണ് ഉസൈൻ ബോൾട്ട്. തുടർച്ചയായ 3 ഒളിമ്പിക്സ് ഗെയിംസിൽ നേടിയ വിജയങ്ങൾ അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വേഗതയേറിയ മനുഷ്യൻ എന്ന പേരിന് അർഹനാക്കി. ശാരീരിക പ്രശ്നങ്ങൾ അദ്ദേഹത്തെ തളർത്തിയിട്ട് പോലും 9 വർഷം അദ്ദേഹം 1-ാം സ്ഥാനം നിലനിർത്തി. ഒരു കാലിന് വലുപ്പക്കുറവുണ്ടായിട്ട് പോലും തളരാതെ മുന്നോട്ട് പോയ വ്യക്തിയാണ് ഉസൈൻ ബോൾട്ട്. പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും അദ്ദേഹം പ്രാധാന്യം നൽകി. പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്തു. 9 ഒളിമ്പിക്സ് ഗെയിംസ് സ്വർണ്ണ മെഡലുകൾ പുറമെ 11 ലോക T&F ചാമ്പ്യൻഷിപ്പ് കിരീടങ്ങളും ഉസൈൻ ബോൾട്ട് നേടിയിട്ടുണ്ട്. 2009-ൽ ബെർലിനിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും 2013-ൽ മെക്സിക്കോയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും 2015-ൽ ബീജിംഗിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ എന്ന വിഭാഗങ്ങളിൽ റെക്കോർഡുകളോടെ മെഡലുകൾ നേടി. 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ എന്നിവയിൽ 2009-ൽ 9.58 സെക്കൻഡ് കൊണ്ടും 2009-ൽ തന്നെ 19.19 സെക്കൻഡ് കൊണ്ടും 2012-ൽ 36.84 സെക്കൻഡ് കൊണ്ടും ഉസൈൻ ബോൾട്ട് ലോക റെക്കോർഡുകൾ നേടുകയാണ്. എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിമർശനങ്ങളോ അഭിപ്രായങ്ങളോ എന്നെ തളർത്താറില്ല എന്ന് ബോൾട്ട് പറയുമായിരുന്നു. താൻ ആരാണെന്നും തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധവുമാണ് ഉസൈൻ ബോൾട്ടിനെ വിജയിയാക്കിയത്. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. ഒരു വീഡിയോ കൊണ്ട് മാത്രം പറഞ്ഞു തീർക്കാൻ ഒക്കാവുന്നതല്ല ഉസൈൻ ബോൾട്ടിന്റെ ജീവിതം. അപ്പൊ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും